ഹലോ എവരി വൺ, വെൽക്കം ടു CGK ലെക്ചേഴ്സ്. സോ ഇന്ന് നമ്മൾ 2024 ബയോളജിയിൽ ചോദിച്ച കംപ്ലീറ്റ് PSC ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൽ തുടങ്ങി ഇന്നലെ കഴിഞ്ഞ ആംബുലൻസ് അസിസ്റ്റന്റ് എക്സാം 2024 വരെയുള്ള കംപ്ലീറ്റ് ചോദ്യം ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവമാണ്? വിറ്റാമിൻ A ആണ്. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏതാണ്? മലമ്പനിയാണ്. മൂന്നാമത്തെ ചോദ്യം: ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തർസ്രാവി ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ആണ്. നാലാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം. കണ്ണ്, ത്വക്ക്, മുടി എന്നിവ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം A. കറക്റ്റ് ഓപ്ഷനാണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം E. കറക്റ്റ് ഓപ്ഷനാണത്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം K. ശരിയായ ഓപ്ഷനാണ്. മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം B. തെറ്റായ ഓപ്ഷനാണ്. കാരണം പല്ലിന്റെയൊക്കെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് ജീവകം D ആണ്. അപ്പം ഉത്തരം ഏതാണ്? 4 മാത്രമാണ് തെറ്റ്. ഒരു ബാക്ടീരിയയിൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? സമ്പർക്കം മുഖേനയാണ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ രക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? അറിഞ്ഞിരിക്കണം. ഓപ്ഷൻ ഡി മോണോസൈറ്റും ന്യൂട്രോഫില്ലുമാണ്. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഭാഗ്യലക്ഷ്മിയാണ്. എന്നാൽ അനാമിക എന്ന് പറയുന്നത് വെണ്ടയുടെ സങ്കര ഇനമാണ്. ഹരിത എന്ന് പറയുന്നത് വഴുതനങ്ങയുടെ സങ്കര ഇനമാണ്. അനക എന്ന് പറയുന്നത് തക്കാളിയുടെ സങ്കര ഇനം ആണെന്നും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. എട്ടാമത്തെ ചോദ്യം: വന വിഭവം അല്ലാത്തത് ഏത് എന്നാണ്? പശ, കോലരക്ക്, തേൻ, മണ്ണെണ്ണ. വളരെ എളുപ്പമാണ്, മണ്ണെണ്ണയാണ് ഉത്തരം. അസ്ഥികളിൽ കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? കീലസന്ധിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 11ാമത്തെ ചോദ്യം: C ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം ഏതാണ്? ട്രക്കിയാണ്. 12ാമത്തെ ചോദ്യം: ജീവിയും അതിലെ ശാസ്ത്രനാമങ്ങളും തന്നിട്ടുണ്ട്. ശരിയായ ജോഡികൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ് കറക്റ്റ് ഓപ്ഷനാണ്. നായ കാനിസ് ഡൊമസ്റ്റിക്കസ് തെറ്റാണ്. കാനിസ് ഫെമിലാരിസ് ആണ് കറക്റ്റായ ഉത്തരം. കാക്ക കോർവസ് പെൻഡൻസ് കറക്റ്റ് ആണ്. മയിൽ കോർവസ് ക്രിസ്റ്റാറ്റസ് തെറ്റാണ്. പാവോ ക്രിസ്റ്റാറ്റസ് ആണ് ആര്? പീകോക്ക് അല്ലെങ്കിൽ മയിൽ. അപ്പം 3ഉം 2ഉം 4ഉം തെറ്റാണ്. 1ഉം 3ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ ഏതാണ്? ബി ആണ് വരുന്നത്. 13ാമത്തെ ചോദ്യം: ജീവികളും അവരുടെ ഹൃദയ അറകളും തന്നിട്ടുണ്ട്. ശരിയായ ജോഡി കണ്ടുപിടിക്കുക എന്നതാണ് ചോദ്യം. പാറ്റ, അതിലെ ഹൃദയ അറകളുടെ എണ്ണം എത്രയാണ്? 13 ആണ്. പല്ലിയിലെ ഹൃദയ അറകൾ എത്രയാണ്? പല്ലിയിൽ കാണുന്നത് 3 അറകളാണ്. പക്ഷികളിൽ 4 അറകളാണ് കാണുന്നത്. മത്സ്യങ്ങളിൽ 2 അറകളാണ് കാണുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഉത്തരം. സങ്കരയിനം തക്കാളി അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഏതാണ്? ഹരിതയാണ്. ഹരിത വഴുതനങ്ങയാണ്. മുക്തി, അക്ഷയ, അനക, ശക്തി ഇതെല്ലാം എന്താണ്? തക്കാളിയുടെ സങ്കരയിനങ്ങൾ ആണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീം ആണ്? 2023 ആണ്. 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്ത രോഗം ഏതാണ്? പെല്ലഗ്രയാണ്. 4Ds എന്ന് പറയുന്നത് ഡയേറിയ, ഡെർമാറ്റൈറ്റിസ്, ഡെമെന്റിയ ആൻഡ് ഡെത്ത് എന്നാണ്. 17ാമത്തെ ചോദ്യം: AB രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവയുടെ രക്തത്തിൽ പ്ലാസ്മയിൽ ആന്റിബോഡി Aയും Bയും ഇല്ലാത്തത് കൊണ്ടാണ്. 18ാമത്തെ ചോദ്യം: ശരീരപേശികളിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? പൊട്ടാസ്യമാണ്. എന്നാൽ നിങ്ങൾ അറിയണം, അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? കാൽസ്യമാണ്. 19ാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ ആണ്. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി പരിരക്ഷയാണ്. 1987 വായു മലിനീകരണം തടയലും നിയന്ത്രണവും
ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ശബ്ദമാണ്. 22ാമത്തെ ചോദ്യം. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടി അംഗീകരിച്ചത്? മലേറിയ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ, B2 വിറ്റാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. തെറ്റാണ്. തൈമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. കറക്റ്റ് ആണ്. ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമൊക്കെ പോഷകാഹാര വൈകല്യം. തെറ്റാണ്. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. കറക്റ്റ് ആണ്. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ്. 2, 4, 5 എന്താണ്? കറക്റ്റ് ആണ്. 3, 1 എന്താണ്? തെറ്റാണ്. 24ാമത്തെ ചോദ്യം. T ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്രന്ഥിയാണ്. അതിനെയാണ് ട്രെയിനിങ് സ്കൂൾ ഓഫ് T ലിംഫോസൈറ്റ് എന്ന് അറിയപ്പെടുന്നത്. താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. അവകാശവാദം, ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. കറക്റ്റ് ആണ്. കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. തെറ്റാണ്. ഹൃദയത്തിലേക്ക് രക്തം എത്താത്തപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഹൃദയാഘാതം സംഭവിക്കുന്നത്. അപ്പം വാദം ശരിയും കാരണം എന്തുമാണ്? തെറ്റുമാണ്. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. മലേറിയ ഉണ്ടാക്കുന്ന ഏതാണ്? പ്രോട്ടോസോവയാണ്. ടൈഫോയിഡ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ടൈഫോയിഡ് വരുന്നത് ഏതാണ്? ബാക്ടീരിയയാണ്. സ്കൈയാസിസ് ഏതാണ്? വിരകളാണ്. ജലദോഷം വൈറസ് ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വലത് ഏട്രിയത്തിന്റെ വലതു മുകൾ കോണിലാണ്. ഓപ്ഷൻ 3 ആണ് ഉത്തരം. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ഏതാണ്? മിഠായി ആണ്. കൊറോണ വൈറസിന്റെ വകഭേദമായ B11529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഒമിക്രോൺ ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺ എന്ന രോഗം ഉണ്ടാവുന്നത്? ഡോപ്പമൈൻ ആണ്. 30ാമത്തെ ചോദ്യം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവർണവും കോർണിയയും വരണ്ട് കോർണിയയെ അതാര്യമായി തീർക്കുന്ന അവസ്ഥയിലെ പറയുന്ന പേരെന്താണ്? സിറോതാൽമിയാണ്. ചോദ്യം 31. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നത് ഏത് എന്നാണ് ചോദ്യം. പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനം. കറക്റ്റ് ഓപ്ഷൻ ആണ്. സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു. കറക്റ്റ് ആണ്. വാസോപ്രസിൻ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. തെറ്റാണ്. ഗൊണാഡോട്രോപിക് ഹോർമോൺ വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്നു. തെറ്റാണ്. അപ്പൊ ഏതൊക്കെയാണ്? 3, 4 തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആർണയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? അറിഞ്ഞിരിക്കണം. ആർണയിൽ കാണപ്പെടാത്തത് തൈമിൻ ആണ്. എന്നാൽ DNA കാണപ്പെടാത്തത് യുറാസിലാണ്. കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയാണ് ലൈസോസൈം. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സ്പെക്ട്രമാണ്. 35ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിഞ്ഞെഴുതുക എന്നുള്ളതാണ്. ഫാറ്റി ലിവർ ഒരു ജീവിതശൈലി രോഗമാണ്. പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. ഹീമോഫീലിയ എന്തല്ല? ഒരു ജീവിതശൈലി രോഗമല്ല. അപ്പം 1ഉം 2ഉമാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ്. പ്ലേഗിന്റെ കാര്യത്തിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരി? എർസിനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇത് ഉണ്ടാക്കുന്നത്. കറക്റ്റ് ആണ്. കൊതുക് കടിയിലൂടെയാണ് ഇത് പകരുന്നത്. തെറ്റാണ്. അതിന്റെ വാഹകർ ചെള്ളുകളാണ്. കറക്റ്റ് ഓപ്ഷൻ ആണ്. രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നു. കറക്റ്റ് ആണ്. അപ്പം ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 3ഉം 4ഉമാണ് ശരി. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ചോദ്യം 37. ആൻജിയോജെനിസിസിനുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അസ്ഥിമജ്ജയിലെ ക്യാൻസർ കോശങ്ങളുടെ വികാസത്തിന്റെ അവസ്ഥയാണിത്. തെറ്റാണ്. പുതിയ രക്തക്കുഴലുകളുടെ വികസനം. കറക്റ്റ് ഓപ്ഷൻ ആണ്. പുതിയ രക്തക്കുഴലുകളുടെ വികസനമാണ് ആൻജിയോജെനിസിസ് എന്ന് പറയുന്നത്. കരളിലെ ഹെപ്പറോസൈറ്റുകളുടെ പുനരുജ്ജീവനത്തെ നിർവഹിക്കുന്ന പദം. തെറ്റാണ്. വളർച്ചാ ഹോർമോൺ സ്രവിക്കുന്ന പ്രക്രിയ. തെറ്റാണ്. ഓപ്ഷൻ ബി ആണ്. ചോദ്യം 38. താഴെ പറയുന്നവയിൽ ഏതാണ് വിറ്റാമിൻ എയുടെ കാര്യത്തിൽ ശരി എന്നുള്ളത്? വിറ്റാമിൻ എയുടെ അമിതമായ ഉപയോഗം മൈക്രോസിസ്റ്റിക് അനീമിയയ്ക്കും
വിനാശകരമായ അനീമിയയ്ക്കും കാരണമാകുന്നു. ഹൈപ്പോ വിറ്റാമിനസ് എയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാന ലക്ഷണങ്ങളാണ് പെല്ലഗ്രയും വിഷാദവും. തെറ്റാണ്. വിറ്റാമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും നൈറ്റ് ബ്ലൈൻഡ്നെസിനും സിറോതാൽമിയയ്ക്കും കാരണമാകുന്നു. കറക്റ്റ് ഓപ്ഷനാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. പാങ്ക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? പാങ്ക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. കറക്റ്റ് ആണ്. പാങ്ക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കോകളും സൃഷ്ടിക്കുന്നു. കറക്റ്റ് ആണ്. ഇത് ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നു. കറക്റ്റ് ആണ്. അപ്പൊ എല്ലാം എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ 4 ആണ് ഉത്തരം. മുകളിലത്തെ എല്ലാം എന്താണ്? കറക്റ്റ് ആണ്. മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുക്കുക. മോശം ഭക്ഷണശീലങ്ങൾ. കറക്റ്റ് ആണ്. ശാരീരിക നിഷ്ക്രിയത്വം. കറക്റ്റ് ആണ്. അസ്വസ്ഥമായ ജൈവ ഘടികാരം. കറക്റ്റ് ആണ്. തെറ്റായ ശരീരഭാവം. കറക്റ്റ് ആണ്. അപ്പൊ എല്ലാം എന്താണ്? കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലിറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത്. നൈഗ്ലേരിയ ഫൗലേറി മൂലമാണ് ഉണ്ടാകുന്നത്. രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ? രോഗം നിശാന്തത. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുന്നു. കറക്റ്റാണ്. സിറോഫ്താൽമിയ അക്വസ് ദ്രവത്തിന്റെ പുനരാഗീകരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. തെറ്റാണ്. ഗ്ലോക്കോമ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയ അതാര്യമായി തീരുന്നു. അതെന്തിനാണ്? സിറോഫ്താൽമിയാണ്. അപ്പൊ ഇതും എന്താണ്? തെറ്റാണ്. അപ്പോൾ ഒന്ന് മാത്രമാണ് കറക്റ്റ്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? അറിഞ്ഞിരിക്കണം. ലെപ്റ്റോസ്പൈറയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ? എംഫിസിമ എന്താണ്? ഒരു ജീവിതശൈലി രോഗമാണ്. ഫാറ്റി ലിവർ ആണ്. ഹീമോഫീലിയ അല്ല. സിക്കിൾ സെൽ അനീമിയ അല്ല. അപ്പൊ ഓപ്ഷൻ 1 and 2 ഓപ്ഷൻ എ ആണ് ഉത്തരം. വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? BS6 ആണ്. അറിഞ്ഞിരിക്കണം. BS6 ആണ്. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് എന്ത്? കോളറ. പല്ലിലെ ഇനാമലിന് നാശം ഉണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? എല്ലാവർക്കും അറിയാവുന്നതാണ്. ലാക്റ്റിക് ആസിഡ് ആണ്. ഇതിൽ സാംക്രമിക രോഗമല്ലാത്തത് ഏത്? അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അതായത് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ്. അത് നമ്മുടെ ഒരു സർഫസ്, ഒരു പ്രതലത്തിലൂടെ പകരം, അല്ലെങ്കിൽ നമ്മൾ ടച്ച് കൊണ്ട് പകരം, അങ്ങനെ പല രീതിയിൽ പകരുന്ന രോഗങ്ങളെയാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. ടൈഫോയിഡ്, എയ്ഡ്സ് അങ്ങനെയുള്ള ഒരു സാംക്രമിക രോഗമാണ്. പക്ഷെ ക്യാൻസർ എന്തല്ല? ഒരു സാംക്രമിക രോഗമല്ല. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ECGയുടെ പൂർണ്ണ രൂപം ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. പോഷക പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. ആദ്യം വരുന്നത് ആഹാര സ്വീകരണമാണ്. രണ്ടാമത് വരേണ്ടത് ദഹനമാണ്. മൂന്നാമത് ആഗിരണം വരണം. നാലാമത് സ്വാംശീകരണം വരണം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 52ാമത്തെ ചോദ്യം. കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പാങ്ക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയാണ്. പാങ്ക്രിയാസ് ഒരു അന്തർസ്രാവി ഗ്രന്ഥിയാണ്. പാങ്ക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. പാങ്ക്രിയാസ് അന്നപഥത്തിന്റെ ഒരു ഭാഗമാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. പാങ്ക്രിയാസ് ഒരു ദഹന ഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഒപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? അറിയണം. പോപ്പി ചെടിയാണ്. ഓപ്ഷൻ സി ആണ്. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എംഫിസിമ. 55ാമത്തെ ചോദ്യം. ശരിയായ ജോഡി ഏത് എന്നതാണ്. ജീവകം എ ഏതാണ്? നിശാന്തതയാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. ജീവകം ബി ഏതാണ്? ബെറിബെറിയാണ്. ജീവകം സി സ്കർവിയാണ്. ജീവകം ഡി ആണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ശ്വേതരക്താണുക്കളാണ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ ഏത്? അതിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. ഏതാണ്? ജീവകം ഡി ആണ്. ആ രോഗം ഏതാണ്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ്. വിരിപ്പ്, മുണ്ടകൻ, പൂഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? നെല്ലാണ്. കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന് ഏതാണ്? പറമ്പിക്കുളമാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. കറക്റ്റ് ആണ്.
രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. കറക്റ്റാണ്. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. കറക്റ്റാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കയും കരളും. ഓപ്ഷൻ തെറ്റാണ്. 1, 2, 3 ശരി, 4 തെറ്റ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കോഴിക്കോടാണ്. പരിസ്ഥിതി സൗഹാർദ്ദമായ കീട നിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉറുമ്പ് പൊടിയാണ്. ഹീമോ ഡയാലിസിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേരെന്താണ്? ഹെപ്പാരിൻ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ രണ്ടാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏതാണ്? പ്രാഥമിക ഉപഭോക്താക്കളാണ്. ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് ഇത്? കമൻസാലിസം. എന്നാൽ രണ്ടുപേർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഏതാണ്? ഗുണമുള്ളത് മ്യൂച്വലിസമാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഉളിപ്പല്ല് ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ. തെറ്റാണ്. കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. കറക്റ്റാണ്. ചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ. തെറ്റാണ്. അഗ്രചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. അതും തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ 2 മാത്രമാണ് കറക്റ്റ്. കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? നിങ്ങൾ അറിയണം. ഏതാണ്? പയറാണ്. ലോലയും നേരത്തെ പറഞ്ഞ ഭാഗ്യലക്ഷ്മിയും ഏതാണ്? പയറിന്റെ സങ്കര ഇനമാണ്. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപര്യാപ്ത രോഗത്തിന്റെ ലക്ഷണമാണ്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? DNA പ്രൊഫൈലിംഗ് ആണ്. മനുഷ്യന്റെ ആദ്യ പാലിൽ കൊളസ്ട്രോൾ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgA ആണ്. അമ്മ എന്ന് ഓർത്തു വെക്കാം. ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഗ്രാനയാണ്. ഗ്രാനയിലാണ് ലൈറ്റ് റിയാക്ഷൻസ് നടക്കുന്നത്. സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷൻസ് നടക്കുന്നത്. ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ് നോമികളെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ലാക്ടീലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ടെൻഡൺ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈസിറ്റുകൾ എന്ന ഫംഗൈ വിഭാഗത്തിൽ ഉൾപ്പെട്ടത് ഏതാണ്? പെനിസീലിയമാണ്. ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? നോവാവാക്സ് ആണ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 26 പ്രാധാന്യം എന്താണ്? കണ്ടൽ ദിനമായി ആചരിക്കുന്നു. വിറ്റാമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. കറക്റ്റാണ്. വിറ്റാമിൻ ഇയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. കറക്റ്റാണ്. 2 കറക്റ്റാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഉത്തരം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് എന്താണ്? സ്റ്റേപ്പിസ് ആണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? എളുപ്പമാണ്. മണ്ണൂത്തിയാണ്. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? ഹിമാലയയിലാണ്. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീര ഭാഗം ഏതാണ്? വൃക്കയാണ്. ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്താണ്? അറിഞ്ഞിരിക്കണം. ഓപ്ഷൻ സി മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ്. മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിലെത്തി പ്രത്യുത്പാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഏതാണ്? കരളാണ്. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതാണ്? ഡിസ്ട്രോഫിൻ ആണ്. ഏത് വിറ്റാമിന്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്ന? അറിഞ്ഞിരിക്കണം. വിറ്റാമിൻ ഡിയുടെ അഭാവമാണ്. ചോദ്യം 87. വൈഡാൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? അറിഞ്ഞിരിക്കണം. സാൽമണല്ല ടൈഫി ആണ്. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? അറിഞ്ഞിരിക്കണം. ഏതാണ്? കരളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാഷിയോക്കറാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുത്പാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? ലക്ഷഗംഗയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു കംപ്ലീറ്റ് 2020 എല്ലാ PSC എക്സാംസിന്റെ ബയോളജി ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടമെങ്കിൽ നമ്മുടെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.